അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിക്കുന്ന ഒരു സംഭവം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉയൈനത്ത് ബിൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ സഹോദരപുത്രനായ ഹിർ ബിൻ ഖൈസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ എനിക്കൊരു അവസരം ഉണ്ടാക്കി തരണം, അദ്ദേഹത്തോട് സംസാരിക്കാൻ എന്നാവശ്യപ്പെടുന്ന ഒരു സംഭവമുണ്ട്. ഹിർ റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടിയാലോചനാ സമിതിയിലെ ഖുർആൻ പഠിതാക്കളിലെ വളരെ പ്രധാനിയായിട്ടുള്ള ഒരാളായിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ഉയൈനത്ത് റളിയല്ലാഹു തആല അൻഹുവിന് അവസരമൊരുക്കി കൊടുക്കുകയും ചെയ്തു. ഈ സന്ദർഭം ഉയൈനത്ത് റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, ഖത്താബിന്റെ പുത്രൻ ഉമറെ, നീ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് നൽകുന്നില്ല, നീതിയുക്തമായിട്ടല്ല നീ ഞങ്ങളോട് വിധിക്കുകയും ചെയ്യുന്നത്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ ഉയൈന റളിയല്ലാഹു തആല അൻഹുവിനെ പ്രഹരിക്കുമാറടുത്ത് ദേഷ്യം വരികയുണ്ടായി. അദ്ദേഹം കോപാണ്ഡനായി കണ്ട ഹിർ റളിയല്ലാഹു തആല അൻഹു ഉടനെ തന്നെ സൂറത്തുൽ അഅറാഫിലെ ഒരു വചനം ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ ഓതി കേൾപ്പിക്കുകയുണ്ടായി. ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ മഅറൂഫ് വഅഅ്രിദ് അനിൽ ജാഹിലീൻ. നീ സഹിഷ്ണുത ഉൾക്കൊള്ളണം, നന്മയായത് കൽപ്പിക്കുകയും വേണം, പാമരന്മാരെ വിട്ട് തിരിയുകയും ചെയ്യുക. ഇദ്ദേഹം ഒരു പാമരനാണ്. വേണ്ടത്ര വിവരമോ വിദ്യാഭ്യാസമോ വിജ്ഞാനമോ ഇല്ലാത്ത ഒരാളാണ് എന്നതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തോട് ക്ഷമാവലംബിയാകണമെന്നാണ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് സൂചിപ്പിക്കുകയുണ്ടായത്. ഖുർആനിന്റെ വചനം കേട്ട മാത്രയിൽ ഉമർ റളിയല്ലാഹു തആല അൻഹുവിലേക്ക് തിരിയുകയാണ് ചെയ്യുകയുണ്ടായത്. ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്, നാം ഖുർആൻ പഠിക്കുന്നവരാണ്, നബിവചനങ്ങൾ കേൾക്കുന്നവരാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത ഖുലഫാഉർ റാഷിദുകളെയും സഹാബികളുടെയും സംഭവ വികാസങ്ങൾ അറിയുന്നവരും ചരിത്രങ്ങൾ പഠിക്കുന്നവരുമാണ്. ഇതിൽ നിന്നെല്ലാം ലഭ്യമാകുന്ന ഗുണപാഠങ്ങളായിരിക്കാം ഒരുപക്ഷെ നമ്മളെയൊക്കെ ഈ രൂപത്തിൽ കുറേയൊക്കെ ആത്മീയമായ ചിന്തകളുടെയും പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനത്തിൽ നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. ഇവിടെ ഉമർ റളിയല്ലാഹു തആല അൻഹു ഖുർആനിന്റെ വചനം കേൾക്കുമ്പോൾ ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തികച്ചും നിശ്ചലമാവുകയാണ്. വരച്ച വരയിൽ നിൽക്കുന്നത് പോലെ അദ്ദേഹം ഖുർആനിലേക്ക് മടങ്ങി ക്ഷമാവലംബിയായി. ഏതേത് പ്രശ്നങ്ങൾ നമ്മളെ നേരിടുന്ന സാഹചര്യം ഉണ്ടായാലും, എത്ര തരത്തിലുള്ള പ്രകോപനങ്ങൾ നമ്മളെ ബാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും നമുക്ക് ക്ഷമിക്കാനും സഹിക്കാനും അതോടൊപ്പം തന്നെ സുചിന്തിതമായ തീരുമാനങ്ങൾ എടുക്കുവാനും സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാൻ അവന്റെ കൽപ്പനാനുസാരം പ്രവാചക മാതൃകകളിൽ പൂർവികന്മാർ നമുക്ക് സമർപ്പിച്ച സംഭാവനകളുടെ അടിസ്ഥാനത്തിൽ സൂക്ഷ്മമായ ജീവിതം നയിക്കുന്ന സൗഭാഗ്യശാലികളിൽ ഉൾപ്പെടാൻ നാം എവരെയും തുണക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.